ജീവിത പ്രശ്നങ്ങളിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും അഭിമുഖീകരിക്കുന്നവരാണോ നിങ്ങളെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും അയച്ചു തരിക. ഞങ്ങളുടെ പ്രാർത്ഥനാ വേളകളിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമസ്കാരം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്വജംബുബലസാരപക്ഷിതമുമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം വേൽമുരുകായ നമോ നമ, സ്വാമിയേ നമോ നമ, ഓം മഹേശ്വരായ നമോ നമ. സുദർശന TV ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വിഷു ഫലത്തിൻ്റെ വ്യവസ്ഥകളാണ് എപ്പിസോഡുകളിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വിഷു മുതൽ അടുത്ത വിഷു കാലഘട്ടം വരെയുള്ള നന്മകൾ തിന്മകൾ തുടങ്ങിയവയെക്കുറിച്ചാണ് പറയുന്നത്. ദോഷവശങ്ങളൊക്കെ മാറുന്നതിനായി ക്ഷേത്രദർശനം അനിവാര്യമാണെന്ന് നമ്മൾ പറയുന്നു. തീർച്ചയായും ശനിദശാകാലമാണെങ്കിൽ പോലും മറ്റ് ദശകളിൽ ദോഷം നിലനിന്നാൽ പോലും നമ്മളുടെ കരഞ്ഞുള്ള പ്രാർത്ഥനകൾ ഈശ്വരൻ കേൾക്കുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ സമർപ്പിച്ചുള്ള പ്രാർത്ഥനകൾ ഈശ്വരൻ കേൾക്കുക തന്നെ ചെയ്യും. ദോഷ പരിഹാരമായി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിലൂടെ നന്മ വരിക തന്നെ ചെയ്യും. അപ്പോൾ എത്ര ദുരിതങ്ങളാണ്, എത്ര ദോഷ സമയമാണെങ്കിലും ഈശ്വരനോട് പറയുന്നത് പോലെ ഇരിക്കും നമുക്ക് വരുന്ന ഗുണാനുഭവങ്ങൾ. വളരെ വളരെ ബുദ്ധിമുട്ട് ഈശ്വരൻ തന്നെയാണ് എനിക്കെല്ലാം എന്ന് മനസ്സിൽ ഉറപ്പിച്ചു പ്രാർത്ഥിക്കുന്ന ആൾ കണ്ണുനീരാൽ കുതിർന്ന പ്രാർത്ഥന കേൾക്കാതെ ഇരിക്കാൻ ഒരു ഈശ്വരനും കഴിയുകയില്ല. തീർച്ചയായും നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ സമർപ്പിച്ചുള്ള പ്രാർത്ഥനകളാകട്ടെ, ഗുണം വന്നു ചേരുമ്പോഴും ആ ഗുണം തരുന്നതിനും ഈശ്വരനോട് നന്ദി അറിയിക്കേണ്ടത് നമ്മുടെ കടമ തന്നെയാണ്. അപ്പോൾ ചോദിക്കും, ഈശ്വരൻ നന്ദിയുടെ ആവശ്യമുണ്ടോ? ഇല്ല, ഈശ്വരൻ നന്ദിയുടെ ആവശ്യമില്ല, പണത്തിൻ്റെയും ആവശ്യമില്ല. പക്ഷേ നമുക്ക് നല്ലത് ചെയ്യുമ്പോൾ തീർച്ചയായും ആ നല്ലതിനെ തന്നതിനെക്കുറിച്ച് നമ്മുടെ മനസ്സിലെ നന്മയാണ് നന്ദിയായി കൊടുക്കേണ്ടത്. അത് ഈശ്വരൻ വാങ്ങുക തന്നെ ചെയ്യും. വീണ്ടും വീണ്ടും നമുക്ക് വരാനുള്ള നന്മ അനുഭവങ്ങളൊക്കെ വന്നുകൊണ്ടേയിരിക്കും. ഈ ആഴ്ച പറയുന്നത് പുണർദം നക്ഷത്രത്തെക്കുറിച്ചാണ്. ഈ മേട വിഷു കാലഘട്ടത്തിൽ പുണർദം നക്ഷത്രത്തിന് വന്നു ചേരാൻ കഴിയുന്ന ദോഷങ്ങളും അതുപോലെ തന്നെ ഗുണങ്ങളുമൊക്കെയാണ് പറയുന്നത്. പുണർദം നാളുകാരെ സംബന്ധിച്ചിടത്തോളം മാസ ആദ്യങ്ങളായിരിക്കുന്ന മേടം, ഇടവം, മിഥുനം മാസങ്ങളിൽ ആരോഗ്യസ്ഥിതി പൊതുവിൽ വളരെ മെച്ചമായിരിക്കും, തൃപ്തികരമായി തുടരും. സാമ്പത്തിക നില വളരെ മെച്ചമായിരിക്കും. സന്താനങ്ങൾ മൂലം മനക്ലേശം അനുഭവപ്പെടും. മക്കൾ മൂലം ചെറിയ ചെറിയ മനക്ലേശങ്ങൾ അനുഭവപ്പെടുക തന്നെ ചെയ്യും. എങ്കിലും സന്തോഷകരമായ കാര്യങ്ങളിൽ ബുദ്ധി വ്യാപരിച്ചു കൊണ്ടേയിരിക്കും. അതായത് പെട്ടെന്നൊന്നും നമുക്ക് ദുഃഖത്തിന് നമ്മുടെ മനസ്സിനെ കീഴടക്കാനാവില്ല. അത്രമാത്രം ഉറപ്പുള്ള ഒരു മനസ്സിന് ഉടമയായിരിക്കും പുണർദം നക്ഷത്രക്കാരൻ. അതുപോലെ സാഹിത്യകൃതികൾ രചിക്കാനിടയായേക്കാം. പുതിയ കഥകൾ, പുതിയ നോവലുകൾ, പുതിയ കവിതകൾ, നാടകങ്ങളൊക്കെ രചിക്കാനിടയായ സാഹചര്യം ഈശ്വരനാൽ ഉണ്ടായെന്ന് വന്നേക്കാം. സാഹിത്യകൃതികൾ രചിക്കാനിടയായേക്കാം. ചില പ്രവർത്തനങ്ങൾ ഫലപ്രദമാകുവാൻ തടസ്സങ്ങളുണ്ടാവും. ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. പക്ഷേ കാലവും സമയവും മാറി വരുമ്പോൾ നമ്മൾ ഇറങ്ങിത്തിരിച്ച കാര്യങ്ങൾ കൃത്യമായി നടക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ഈ പറയുന്ന കാലവും സമയവും മാറി വരുന്നതുവരെ അനാവശ്യമായ ദുഃഖങ്ങളിലോ അനാവശ്യമായ ഭയങ്ങളിലോ ബന്ധപ്പെടാതെ മനസ്സിനെ നല്ല കരുത്തോടു കൂടി മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. പുതിയ സാമൂഹിക ബന്ധങ്ങൾ സ്ഥാപിക്കാനിടയാകും. അതുപോലെ തന്നെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉള്ള ആളുകളെ പരിചയപ്പെടാൻ, സിനിമാ മേഖലകളിലുള്ള ആളുകളെ പരിചയപ്പെടാൻ, പ്രശസ്തരായ ആളുകളെ പരിചയപ്പെടാൻ ഇടയാകും. ആ പരിചയം ഒരു സുഹൃത്ത് ബന്ധമായി നിലനിർത്തിക്കൊണ്ട് പോകാനും കഴിയും. പുതിയ സാമൂഹ്യ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ഇടവരുമെന്ന് പറയുന്നതിലൂടെ അർത്ഥമാക്കുന്നു അതാണ്. അഭിഭാഷക വൃത്തി, അതായത് വക്കീൽ ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമായ സമയമാണ്. അതുപോലെ കേസ് വഴക്കുകൾ ഒക്കെ പരിഹരിക്കാൻ നിങ്ങളുടെ വാക്കുകളും വാചകങ്ങളും ഉപകരിക്കും. കേസുകളിലൊക്കെ വലിയ വിജയമുണ്ടാകും. തീർച്ചയായിട്ടും നല്ല സമയമാണ് അഭിഭാഷകർക്ക്. അതുപോലെ തന്നെ വിദേശ യാത്രാ പരിശ്രമങ്ങളൊക്കെ വിജയിക്കുന്ന സമയമാണ്. സ്വന്തമായി എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കും. പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനിടയാകും. ധനാഗമ മാർഗങ്ങൾ പല വഴിയാണ്. തീർച്ചയായും
പല വഴിയിലൂടെ, ചില ബിസിനസ്സുകളിലൂടെ, അല്ലെങ്കിൽ നമുക്ക് നേരത്തെ കിട്ടാനിരുന്ന തുകകൾ, അതുപോലെ തന്നെ നമ്മൾ ചില ബാങ്കുകളിലൊക്കെ സമീപിച്ച ലോണിനുള്ള ആപ്ലിക്കേഷൻസ് കൊടുത്ത ലോണുകൾ സാങ്ഷനാവുക തുടങ്ങി ഒരുപാട് ധനാഗമ മാർഗങ്ങൾ നമ്മളിൽ നിറഞ്ഞു വരുന്നതായി കാണാൻ കഴിയും. പുണർദം നാളുകാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകത, പുണർദം നാളുകാരെ സംബന്ധിച്ചിടത്തോളം മേടം, ഇടവം, മിഥുനം നാളുകളിലുള്ള പ്രത്യേകതയാണിത്. കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം മാസങ്ങളിൽ ആദ്യ സമയങ്ങളിൽ അനുഭവിച്ച ദുഃഖങ്ങൾക്കൊക്കെ വിരാമമാകും, അവസാനമുണ്ടാകും. പ്രഷർ, കൊളസ്ട്രോൾ, പ്രമേഹം തുടങ്ങിയ അസുഖങ്ങൾ ബുദ്ധിമുട്ടിച്ചേക്കാം. അപ്പോൾ മെഡിസിൻ സ്വീകരിക്കുക. ഈശ്വര സങ്കീർത്തനങ്ങളും മരുന്നും ഒരുപോലെയാകുമ്പോൾ മനസ്സും ശരീരവും രോഗമുക്തമാവുകയും ജീവിതത്തിൽ ശാന്തിയും സമാധാനവും വന്നു ചേരുകയും ചെയ്യും. വാഹനങ്ങൾ ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഈ സമയം വളരെ അപകടം പിടിച്ചത് തന്നെയാണ്. രാത്രികാല സഞ്ചാരങ്ങൾ ശ്രദ്ധിക്കുക. വിഷദംശനത്തിന് ചാൻസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ സർക്കാർ ജോലിക്കാർക്കും വിദ്യാർത്ഥികൾക്കും കർഷകർക്കും വളരെ അനുകൂലമായ സമയമാണ് ഈ പറയുന്ന കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം മാസങ്ങൾ പുണർദം നാളുകാരെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ വീണ് കൈകാലുകൾക്ക് ഒടിവ്, ചതവിന് സാഹചര്യമുണ്ടാകും. വളരെ ശ്രദ്ധിച്ചുള്ള സഞ്ചാരം അനിവാര്യമാണ്. ബന്ധുക്കളുടെ ഇടപെടൽ നിമിത്തം വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും. നമ്മൾ ചില അത്യാവശ്യ ഘട്ടങ്ങളിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുമ്പോഴോ ചില നല്ലതുകൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴോ ബന്ധുക്കളുടെ അഭിപ്രായം സ്വീകരിക്കും. ആ അഭിപ്രായം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുക തന്നെ ചെയ്യുന്നവയാണ്. നമുക്ക് നല്ലതെന്ന് തോന്നുന്നത് പ്രായത്തിൽ മൂത്തവരോട് ആലോചിച്ച് അതിന് നല്ലതാണെങ്കിൽ അതിൻ്റെ പ്രവർത്തന വ്യവസ്ഥകൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് വേണ്ടുന്നത്. ബന്ധുക്കളുടെ ഇടപെടൽ അല്പമൊന്ന് മാറ്റിവെക്കേണ്ടുന്ന സമയമാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ ആപത്തും ധനനഷ്ടവും വന്നു ചേരാം. മറ്റുള്ളവരാൽ വഞ്ചിക്കപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലുണ്ട്. സ്വജന വിരഹത്താൽ മനോദുഃഖമുണ്ടാകാനുള്ള അവസ്ഥയുണ്ടാകുന്നു. കച്ചവടക്കാർക്ക് അനുകൂലമായ സമയമാണ്. വിദ്യാർത്ഥികൾക്ക് ചില അലോസരങ്ങളൊക്കെ ഉണ്ടായെന്ന് വന്നേക്കാം. അവർ അലസതാ മനോഭാവത്തിൽ മുന്നോട്ട് പോയേക്കാം. എന്നാൽ മാസാവസാനത്തിൽ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. പഠനത്തിലെ അലസത മാറി കർമ്മപരിപാടികൾ വിദ്യാർത്ഥികൾ മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ വിദ്യാർത്ഥികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ പഠന തലത്തിലുണ്ടാകുന്ന ആദ്യത്തെ അലസത കുറേ കാലം കഴിയുമ്പോൾ മാറണമെങ്കിൽ ഈശ്വരൻ്റേതായ സന്നിധിയിൽ പ്രാർത്ഥന വേണം. അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ മനസ്സിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും വേണം. വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം മാസങ്ങളിൽ ഗുണദോഷ സമ്മിശ്രമായ ജീവിതാവസ്ഥയായിരിക്കും. ആയതിനാൽ ദോഷകാലം അത്ര ശക്തമല്ലാതാകുവാൻ ക്ഷേത്രദർശനം അനിവാര്യമാണ്. വിശേഷിച്ചും മഹാദേവ ക്ഷേത്രവും ഭദ്രകാളി ക്ഷേത്രവും ദർശനം നടത്തേണ്ടത് വളരെ അനിവാര്യമാണ്. വിഷ്ണു ക്ഷേത്രത്തിലും ഗണപതി ക്ഷേത്രത്തിലും വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. വാഗ്ദോഷത്താൽ കലഹസാധ്യത. നമ്മുടെ വർത്തമാനങ്ങൾ പലപ്പോഴും കലഹത്തിൽ എത്തിച്ചേരുന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അത് പല സൗഹൃദങ്ങളെയും പല ബന്ധങ്ങളെയും നമ്മളിൽ നിന്ന് അകറ്റി മാറ്റും. വീട് മോടി പിടിപ്പിക്കുന്നതിനോ പുതിയത് വാങ്ങുന്നതിനോ സാധ്യതയുണ്ട്. കുടുംബത്തിൽ കലഹമുണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. സാമ്പത്തിക നില തീർച്ചയായും മെച്ചപ്പെടുക തന്നെ ചെയ്യും. ജ്വര സംബന്ധമായ രോഗങ്ങൾക്ക് ചാൻസ്, അതായത് തൊണ്ടവേദന, അതുപോലെ മൂക്കിൻ്റെ ഉൾഭാഗം വേദന, ചെവി വേദന, അതായത് പനി പോലെ. ജ്വരം എന്ന് പറഞ്ഞാൽ തീവ്രമായ പനി എന്നർത്ഥം. അപ്പോൾ ശരിക്കും കഫജന്യമായ രോഗങ്ങളും ഈ പറയുന്ന നാക്ക്, മൂക്ക്, ത്വക്ക് അല്ലെങ്കിൽ പിന്നെ കണ്ണ് തുടങ്ങിയവയ്ക്കൊക്കെ രോഗസാധ്യതകൾ ഉണ്ടാകും. തീർച്ചയായും ഏതു രോഗത്തിൻ്റെയും ആരംഭ സമയത്ത് തന്നെ പോയി അത് ഡോക്ടറെ കാണാനുള്ള സാഹചര്യം ഉണ്ടാക്കിക്കോണം. പിന്നീട് എന്നും പറഞ്ഞ് മാറ്റിവെക്കരുതൊന്നും. ശത്രുതയിലുള്ളവരുമായി രമ്യതയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. കാൽമുട്ടുകൾക്ക് ക്ഷതം സംഭവിക്കാതെ നോക്കിക്കോണം. അങ്ങനെ വന്നാൽ ശസ്ത്രക്രിയയിലൂടെ മാത്രമേ അത് മാറ്റാൻ കഴിയുകയുള്ളൂ. വിവാഹ സംബന്ധമായ ആഗ്രഹങ്ങൾ സഫലീകരിക്കും. രാഷ്ട്രീയ പ്രവർത്തകർക്ക് അനുകൂലമായ സമയമാണ്. ഭൂമി സംബന്ധമായ ഇടപാടുകൾ വളരെ വിജയത്തോടു കൂടി നടത്താൻ കഴിയും. യുവാക്കൾക്ക് PSC ടെസ്റ്റുകൾ പാസ്സാകാനും റാങ്ക് ലിസ്റ്റുകളിൽ ഇടം നേടാനുമുള്ള സാഹചര്യം ഉറപ്പായും വന്നു ചേരും. മാസത്തിൽ മാസത്തിലെ ആദ്യ ശനിയാഴ്ച അയ്യപ്പസ്വാമിക്ക് അർച്ചന നടത്തണം. ദോഷപരിഹാരങ്ങളായി കാണുന്ന അതാണ്. മാസത്തിൽ ആദ്യ ശനിയാഴ്ച അയ്യപ്പസ്വാമിക്ക് അർച്ചന നടത്തുക. എള്ളുകിഴി കത്തിക്കാനുള്ള വ്യവസ്ഥകൾ നോക്കുക. എള്ളു പായസം ക്ഷേത്രത്തിൽ നടത്താനുള്ള അവസ്ഥയും നീരാജന വഴിപാട് നടത്താനുള്ള അവസ്ഥയും ശ്രദ്ധിക്കുക.
അതുപോലെ തന്നെ ശനീശ്വര സ്തോത്രങ്ങൾ വീട്ടിൽ നിന്ന് ചെല്ലാനുള്ള അവസരം ഉണ്ടാവുക. സമയം നോക്കേണ്ട കാര്യമില്ല. അർദ്ധരാത്രിയാണെങ്കിലും ഉച്ചസമയമാണെങ്കിലും ശനീശ്വര സ്തോത്രങ്ങൾ ചൊല്ലാനുള്ള സമയമുണ്ട്. തീർച്ചയായും ശനീശ്വര സ്തോത്രങ്ങൾ ചൊല്ലുക. നവഗ്രഹ പൂജ മാസത്തിലൊരിക്കൽ നടത്താൻ ശ്രമിക്കുക. തിങ്കൾ ദിവസങ്ങളിൽ ദുർഗാക്ഷേത്രത്തിലെത്തി ശർക്കര പായസ വഴിപാട് നടത്താൻ ശ്രമിക്കുക. ഇതൊക്കെ ദോഷപരിഹാരങ്ങളായിട്ട് നടത്താൻ കഴിയുന്നവയാണ്. തീർച്ചയായും ഈ ദോഷപരിഹാരങ്ങൾ ഈശ്വരീയ സന്നിധാനങ്ങൾ ഏറ്റെടുത്ത് നന്മയും അനുഗ്രഹവും നൽകുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും നല്ല ജീവിതത്തിൻ്റെ പശ്ചാത്തലം ഉണ്ടാകട്ടെ. ഈ വിഷു മുതൽ അടുത്ത വിഷു വരെ പുണർദം നക്ഷത്രക്കാർക്ക് നല്ല കാലമാകട്ടെ. ദോഷങ്ങളൊക്കെ ഈശ്വര സന്നിധാനങ്ങളിൽ നിന്ന് തിരിച്ചെടുത്തുകൊള്ളും. തീർച്ചയായും പ്രാർത്ഥനകളും വഴിപാടുമായി മുന്നോട്ട് നീങ്ങുക. എല്ലാ നല്ലതുകളും ഉണ്ടാകട്ടെ. നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പുണർദം നാളുകാർക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.